അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ രാംസുന്ദർ പാവമാണെന്നാണോ? അതെ, റീമാദിന് അങ്ങനെ അല്ല, എന്താണ് രാംസുന്ദർ എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിയോ? രാംസുന്ദർ പരിക്കൊന്ന് നോക്കട്ടെ, ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും. അയ്യോ, ഇത് കുറച്ച് ആഴത്തിലുള്ള പരിക്കായിപ്പോയി. ഇത് പറ്റില്ല. ഇനി എന്തായാലും നമുക്ക് രാംസറിനെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അയ്യോ പെട്ടെന്ന് എന്തൊരു ഭൂമി ഉൽക്കം. ഇതെന്താണ്? അയ്യോ, ഇതിനർത്ഥം റീമാ തിരിച്ചെത്തി. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകും. അതിനർത്ഥം റീമാത് എത്തിയെന്നോ? ഇല്ല, ഭൂമിയിലേക്ക് പോയി ചിലപ്പോ റീമാത് ഭൂമിനെ തന്നെ നശിപ്പിച്ചു കളയും. ഞങ്ങൾ അവിടേക്ക് പോണില്ല. അയ്യോ, നിങ്ങളൊന്ന് പോകൂ. റീമാതിന് തിരമാലകളുടെ വേഗവും കൊടുങ്കാറ്റിന്റെ ശക്തിയും എല്ലാം ഉണ്ട്. റീമാതിന്റെ കൈകളിൽ പെട്ടിട്ട് തന്നെ കുറെ പേര് മരിച്ചിട്ടുണ്ട്. കൈ വെച്ച് അമത്തിയാ മതി, പിന്നെ അവരുടെ കഥ തീരും. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവനടുത്ത് തല്ലുകൂടാൻ നല്ല രസമായിരിക്കും. അതൊക്കെ പിന്നെ നിങ്ങളിപ്പോ പോകൂ. ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും പോകില്ല, അത് ഉറപ്പാണ്. ഈ റീമാദ് ലോകത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് എന്റെ രാംസന്ദനെ കീഴടക്കിയത്? പക്ഷേ എനിക്ക് ശരിയാക്കാം. രാംസന്ദനെ ശരിയാക്കാൻ എനിക്ക് അറിയാമല്ലോ. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ശക്തികൾ വെച്ച് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താ രാംസന്ദൻ എഴുന്നേക്കാത്ത? ഇത്രയും ശക്തിയിലുള്ള ആയുധം ഏതാണ് രാംസന്ദനെ കീഴടക്കാൻ പറ്റിയത്? ഇല്ല, നീ ഏറ്റവും പ്രിയപ്പെട്ട മോനായിരുന്നു. എത്ര സ്നേഹത്തോടെയാണ് ഞാൻ നിന്നെ ഉണ്ടാക്കിയത്. ഇല്ല, നീ ഇങ്ങനെ നശിച്ചു പോയല്ലോ. എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. അയ്യോ രാംസന്ത്, നീയാണ് എൻ്റെ ജീവിതത്തിന് പ്രകാശം നൽകിയത്. പക്ഷേ നീ ഇങ്ങനെ ഇരുട്ടിലായി പോയല്ലോ. മതി, ഇതോടെ മതി. ഇനി ഈ റീമാത് പവർ കാണിച്ചിട്ട് എൻ്റെ മകന് ആരാണോ കൊന്ന് അവിടെ വെറുതെ വിടില്ല. ഇല്ല, ഒരിക്കലുമില്ല. ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത വേദന എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മതി, ഇനി ഈ രാംസന്ദനെ കൊന്നവന്റെ അവസാനമായിരിക്കും. ഞാൻ എത്രയും വേഗം അവിടേക്ക് പോകണം. ഇതെന്താ അവിടെ മുഴുവൻ ഇരുട്ടായത്? നീ വന്നില്ലേ അവസാനം? ഇവിടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതാണ് ഗിറ്റാറിന്റെ പവർ. ഇത് കൊണ്ട് തന്നെയാണ് രാംസന്ദൻ മരിച്ചതും. ഇതാ പിടിച്ചോ. ഈ ബോംബ് കൊണ്ട് എന്നെ നേടാൻ നോക്കുന്നു. എന്ത് ഇങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ. രാംസന്ദൻ കൊന്ന പവർഫുൾ, അതിനേക്കാൾ വലിയ പവർഫുൾ റേസ് അത്. മനസ്സിലായി. എൻ്റെ ഉള്ളിലല്ല പോവതേ. റീമാതിനെ തീർക്കൂ. എല്ലാവരും മാറിക്കോ. ഇല്ല, ഇതൊന്നും രക്ഷപ്പെടാൻ ഇത് കൊണ്ടൊരു പ്രയോജനമില്ല. ഇതാ പിടിച്ചോ. ഇതുകൊണ്ടാ
എനിക്ക് കുഴപ്പമില്ല. ഇനി എൻ്റെ സമയം. ഇതിന് ആലോചിക്കാൻ കഴിയാത്ത ശക്തികളുണ്ട്. അത് വെച്ച് നിങ്ങൾ ഞാൻ തോൽപ്പിക്കും. നേടാൻ വരുന്നു, പിന്നെ അല്ലാണ്ട്. ഇൻവിസിബിളായോ? കുഴപ്പമില്ല. ഇല്ല, പിന്നെ രക്ഷപ്പെട്ടു. ഇല്ല, ടിങ് 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 ടിങ്. ഇതാണ് രാംചന്ദിനേക്കാൾ കീഴടക്കിയ ആയുധത്തിനേക്കാളും ഏറ്റവും വലിയ റേവ്. അവൻ്റെ കഥ കഴിഞ്ഞു. അത്രയും പെട്ടെന്നോ? എനിക്ക് ഏത് മുറിവിനെയും മാറ്റാൻ കഴിയും. അത് നിങ്ങൾക്ക് തീരെ അറിയില്ല വർഷാനോ. ഓ, നിങ്ങൾക്ക് ഇവിടെ നന്നായി. രാംചന്ദ് എന്തായാലും കുറച്ചു പേരിനെയൊക്കെ തടവിൽ പിടിച്ചു വെച്ചെങ്കിലും പിന്നെ യുദ്ധത്തിന് വേണ്ടി നിങ്ങളെ കൂട്ടു. പിന്നെ അവനെ സ്വതന്ത്രമാക്കി വിട്ടു. അവരിപ്പോൾ എവിടെയാണ്? വീട്ടിലുണ്ട്. വീട്ടിലോ? എന്താണ് രാംചന്ദ് അങ്ങനെ ചെയ്യോ? ഇപ്പം സംസാരിക്കണ്ട. രാംചന്ദ് റീമാതെ മുമ്പിൽ നല്ലവരായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതിനുവേണ്ടേക്ക് ചിലപ്പോൾ അവനേക്ക് രാംചന്ദ് തുറന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നാളെ പരിശീലിച്ചാൽ മതി. ഇന്ന് ഞാനിവിടുന്ന് പോവുക. നാളെ മടങ്ങിയെത്തും. ബൈ ബൈ.